പപ്പിക്കുട്ടൻ എന്നെ എത്ര തുള്ളിച്ചാടുന്നറിയോ? ഒരു കാര്യമല്ലേ, എപ്പം കണ്ടാലും ഇതിൻ്റെ പുള്ളിയുടെ സന്തോഷം. അവരാജിനേട്ടൻ്റെ പറമ്പിൽ നിന്ന് കട്ട് 2 ഇല വെട്ടാൻ പോകട്ടോ. വാഴയിലേ ഇന്ന് വാഴയിലെ തിന്നേണ്ട ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്, വെറൈറ്റി ചക്ക. നമ്മൾ കാണിച്ചിട്ടില്ലാത്ത രീതിയിൽ വേവിക്കുന്ന ചക്ക കേട്ടോ. പൂഴിയോ വരിക്കോ ആയിക്കോട്ടെ, ഇച്ചിരി വെന്ത് പോകുന്ന ചക്കയാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി വെള്ളം കൂട്ടി ഒഴിച്ച് മുളക് അരയ്ക്കാതെ ഇച്ചിരി തേങ്ങായ ഉള്ളിയും വെള്ളക്കാന്താരി ഉണ്ടെങ്കിൽ അതും കൂടെ അരിഞ്ഞ് ഇട്ടേച്ച് ചുമ്മാ കൈ കൊണ്ട് പീച്ചിട്ടാൽ മതി. ഇച്ചിരി വെള്ളം കൂട്ടി ഒഴിച്ച് വെച്ച് നല്ലപോലെ അങ്ങ് വേവിച്ച് എടുക്കണം. അപ്പോൾ ഈ മഞ്ഞപ്പൊടി ഇട്ട് അരപ്പിടാത്തതുകൊണ്ട് ചക്കപ്പുഴുക്കിന് വെള്ള കളറായിരിക്കും കേട്ടോ. ഓരോ ചക്കയുടെ സ്വഭാവം അനുസരിച്ച് ഇതിൻ്റെ കളറും ടെക്സ്ചറും ഒക്കെ അങ്ങ് മാറും. നമ്മുടെ പാൽക്കപ്പ് മാറി നിൽക്കുന്ന രീതിയിലുള്ള കളറും ടെക്സ്ചറും ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇല വെട്ടിക്കൊണ്ടുവന്നത്. ഇലക്കകത്തോട്ട് ഈ ചക്ക ഞാൻ കോരിയിട്ടിട്ട് നടുക്കൊരു കുഴി ഉണ്ടാക്കണം. അതിനകത്തോട്ട് ചമ്മന്തി ഒഴിക്കണം. ചമ്മന്തി ഒഴിച്ച് കഴിക്കേണ്ട ചക്കപ്പുഴുക്കാണിത്. ഇതിന് ചിക്കനും മട്ടനും പന്നിയും നോക്കത്തില്ല കേട്ടോ. മുളക് പൊട്ടിച്ചും വേണ്ട. ഇതിൻ്റെ അകത്തോട്ട് ആ ചമ്മന്തി അങ്ങ് ഒഴിച്ചിട്ട് ഈ സൈഡിൽ നിന്ന് വടിച്ചെടുത്ത് അതിൻ്റെ അകത്ത് മുക്കി അങ്ങ് തിന്നണം. നോട്ട് ദ പോയിന്റ്. ആർക്കുട്ടി വെറുതെ ഷോ ഇറങ്ങാതിരിക്കുന്നു കേട്ടോ, അവളും കഴിക്കത്തില്ല. ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ പറ. ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ചക്ക വയ്ക്കുന്നവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയോ, കിടലും ടേസ്റ്റാണ്. അത് ഇച്ചിരി വെന്ത് പോണ ചക്കയും കൂടെ ആയിരിക്കണം. ഓ സൂപ്പറാ. അപ്പോൾ ഇനിയും വെറൈറ്റി ഐറ്റമായിട്ട് കാണാം. അത് ടാറ്റ.